പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 1.4ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 5 മുതലാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഈച്ച് പെയർ ഓഫ് സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ 1 എബവ്. ക്വസ്റ്റ്യൻ 1ൽ തന്നിട്ടുള്ള സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെറ്റ് 1ലെ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 135, വൈ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് സെറ്റുകളിലും കോമൺ ആയിട്ടുള്ളതിനെ എഴുതുന്നതിനാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇൻ്റർസെക്ഷനിൽ നമ്മൾ എഴുതുന്നത് എക്സിലും കാണണം, വൈയിലും കാണണം, കോമൺ ആയിട്ട് വരണം. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എക്സസൈസുകൾ കാണുക, എന്നാലേ എക്സസൈസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിൽ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്നത് 1 ഇവിടെ കോമൺ ആയിട്ടുണ്ട്, 2 രണ്ടിടത്തും ഇല്ല, പിന്നെ രണ്ടിടത്തും ഉള്ളത് 3 മാത്രമാണല്ലേ. അപ്പോൾ എന്തൊക്കെ വരും? 1, 3. അപ്പോൾ എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് 1, 3. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ബി. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ, ഒത്തിരി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എ ഇവിടെ കോമൺ ആണല്ലേ, എ മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ സെറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ. അടുത്തത് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ എ സെറ്റ് എന്ത് വരും? 3യുടെ മൾട്ടിപ്പിൾസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3, 6, 9 എവിടെ വരെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ബി ഈസ് ഈക്വൽ ടു എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പോൾ എന്തൊക്കെ വരും? 1, 2, 3, 4, 5. 6നെക്കാട്ടിൽ ലെസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ 5 വരെ ഉള്ളൂ, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 5 വരെയുള്ള ഏതെങ്കിലും നമ്പറുകൾ ഇതിനകത്തുണ്ടോ? 3 ഉണ്ടല്ലേ, 3 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത 4th ക്വസ്റ്റ്യൻ. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ 1നെക്കാട്ടിൽ ഗ്രേറ്ററുമാണ്, 6ന് ഈക്വലും 6നെക്കാട്ടിൽ ലെസ് ആയിട്ടുള്ളത് വരും. അപ്പോൾ നമുക്ക് എവിടെ തൊട്ടുള്ളത് എഴുതാം? എ ഈസ് ഈക്വൽ ടു 1നെക്കാട്ടിൽ ഗ്രേറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 2 തൊട്ട് മതി. 2, 3, 4, 5. ഇവിടെ 6ന് ഈക്വൽ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് 6 വരെ എഴുതാം. അടുത്ത ബി ഈസ് ഈക്വൽ ടു എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. അപ്പോൾ 6നും 10നും ബിറ്റ്വീനുള്ള നമ്പേഴ്സാണ് എക്സ്. അപ്പോൾ എന്തൊക്കെ വരും? 7, 8, 9. ഇവിടെ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എഴുതുമ്പോൾ എന്ത് കിട്ടും? രണ്ടിലും കോമൺ ആയിട്ട് ഇവിടെ ഒരു നമ്പർ പോലും ഇല്ല അല്ലേ. അപ്പോൾ ഇതെന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ നൾ സെറ്റാണ്. ഒന്നുമില്ലെങ്കിൽ നൾ സെറ്റാണ് എന്ന് എഴുതാം. അടുത്തത് എ ഈസ് ഈക്വൽ ടു 1, 2, 3, ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചതാണ് അല്ലേ. നൾ സെറ്റും വേറൊരു സെറ്റും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? നൾ സെറ്റ് തന്നെയായിരിക്കും അല്ലേ. ഇങ്ങനെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ 5 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ എന്തായിരിക്കും? 5 ആയിരിക്കും, അതായത് നൾ സെറ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 6th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. If A is equal to 3, 5, 7, 9, 11, B is equal to 7, 9, 11, 13, C is equal to 11, 13, 15 and D is equal to 15, 17, find A intersection B. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ A ഇൻ്റർസെക്ഷൻ B. അപ്പോൾ ഇവിടെ ഓരോ സെറ്റുകൾ എ ബി സി ഡി 4 സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി. എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എയിലും ബിയിലും കൂടെ നോക്കിയേ, 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്തെഴുതാം? സെറ്റ് 7, 9, 11. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ വേണ്ട സെറ്റുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബി ഇൻ്റർസെക്ഷൻ സി എന്ത് വരും? രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ളത് 11ഉം
13 ആണ്. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സി എന്ത് വരും? സെറ്റ് 11, 13. അടുത്തത് എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി. ഇതിൽ മൂന്നിലും കൂടെ കോമൺ ആയിട്ട് വരുന്നതാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ സെറ്റുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൂന്നിലും കൂടെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? 3 മൂന്നിടത്തും ഇല്ല, 5 ഇല്ല, 7 ഇല്ല, 9 ഇല്ല, 11 ഇവിടെ രണ്ടിടത്തും ഉണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി എന്താണ്? ഇത് നൾ സെറ്റാണ്. അടുത്തത് എ ഇൻ്റർസെക്ഷൻ സി. എയിലും സിയിലും കൂടെ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 11 ഉണ്ടല്ലേ? 11 മാത്രമേ ഇവിടെ കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ സെറ്റ് 11. അടുത്തത് ബി ഇൻ്റർസെക്ഷൻ ഡി. ബി ഇൻ്റർസെക്ഷൻ ഡിയിലും കോമൺ ആയിട്ട് നമുക്കിവിടെ ഒന്നുമില്ല. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ ഡി എന്താണ്? അതും നൾ സെറ്റാണ്. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി അല്ലേ? അപ്പം ആദ്യം ബി യൂണിയൻ സി ഒന്ന് നോക്കണം. ബി യൂണിയൻ സി എന്ത് വരും? അപ്പം നിങ്ങളിവിടെ സൈൻ ശ്രദ്ധിച്ച് നോക്കണം. ഇവിടെ യൂണിയൻ ആണ്. അപ്പോൾ ബിയും സിയും കൂടുള്ള യൂണിയൻ എന്ത് വരും? ബിയിലുള്ള എല്ലാ എലമെൻസും സിയിലുള്ള എല്ലാ എലമെൻസും വരും ഇല്ലേ? അപ്പോൾ എന്തൊക്കെ വരും? ബിയിൽ 7, 9, 11, 13. ഈ 11ഉം 13ഉം സിയിലും വരുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. അടുത്തത് 15. ഇനി നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എഴുതണം. അപ്പോൾ നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ തന്നേക്കുന്നത് ആദ്യം എഴുതുക കേട്ടോ. അപ്പോൾ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. അപ്പോൾ ഇതും കൂടെ ഉള്ളത് വേണം നമ്മൾ നോക്കാൻ. കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട്? 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ എന്തെഴുതാം? സെറ്റ് 7, 9, 11. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ഡി. ഇൻ്റർസെക്ഷൻ ആണ്. രണ്ടിലും കൂടെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരെലമെൻറ്റ് പോലും ഇല്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡി എന്താണ്? നൾ സെറ്റാണ്. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി. അപ്പോൾ ആദ്യം നമ്മൾ ബി യൂണിയൻ ഡി കണ്ടുപിടിക്കണം. യൂണിയൻ ആണ്. അപ്പോൾ എന്താണ്? രണ്ടിലുമുള്ള മൊത്തം എലമെൻസും നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യം ബിയിലുള്ളത് 7, 9, 11, 13, ഡിയിൽ 15, 17. ഇതാണ് ബി യൂണിയൻ ഡി. ഇനി ഇതിൻ്റെ കൂടെ എ ഇൻ്റർസെക്ഷൻ കൂടെ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി എന്ത് വരും? ഇതുമാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 7, 9, 11 ആണല്ലേ? അപ്പോൾ 7, 9, 11. എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ത് വരും? അപ്പോൾ എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ടുള്ളത് അല്ലേ? 7, 9, 11, 7, 9, 11. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ 7, 9, 11 കിട്ടി. ഇനി അടുത്തത് ബി യൂണിയൻ സി. ബി യൂണിയൻ സി. അപ്പോൾ നിങ്ങൾ സൈൻ ശ്രദ്ധിച്ചോണം. ഇൻ്റർസെക്ഷൻ ആണോ യൂണിയൻ ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്ത് വരും? രണ്ടിലും വരുന്ന മൊത്തം എലമെൻസും വേണം അല്ലേ? 7, 9, 11, 13. ബിയിലുള്ളത് എഴുതി. ഇനി സിയിലുള്ളത്. അപ്പോൾ 11ഉം 13ഉം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അത് എഴുതണ്ട. 15 മാത്രം എഴുതുക. അപ്പോൾ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബിയും ബി യൂണിയൻ സിയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ വേണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ ഇതുമാണ് നോക്കേണ്ടത്. രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 7, 9, 11 ഉണ്ട്. അപ്പോൾ 7, 9, 11. അടുത്ത ക്വസ്റ്റ്യൻ എ യൂണിയൻ ഡി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ ആദ്യം നമ്മൾ എ യൂണിയൻ ഡി കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള യൂണിയൻ. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് എല്ലാം ആദ്യം എഴുതുന്നു. 3, 5, 7, 9, 11. ഡിയിൽ എയിലുള്ളതൊന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതുപോലെ എഴുതാം. ഇനി അടുത്തത് ബി യൂണിയൻ സി. അപ്പോൾ ബിയിലും സിയിലും ഉള്ളത് മൊത്തം എഴുതുന്നു. 7, 9, 11, 13. 11ഉം 13ഉം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അത് എഴുതണ്ട. ബാക്കി
15. ഇനി ഇത് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ. അപ്പോൾ എ യൂണിയൻ ഡി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ ഇത് രണ്ടും വേണം നോക്കാൻ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? 7, 9, 11 കോമൺ ആണ്. പിന്നെ 15ഉം കോമൺ ആണ്. അപ്പോൾ എന്തെഴുതാം? സെറ്റ് 7, 9, 11, 15. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 5th ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.